Hi friends, DJIയുടെ ഏറ്റവും പുതിയ ഡ്രോണായ Mavic Air 2 റിലീസായ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2020 ഏപ്രിൽ 27-നാണ് അത് ലോഞ്ച് ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടല്ല എത്തിയിരിക്കുന്നത്. കാരണം അത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. ഈ കൊറോണ കാലവും ലോക്ക്ഡൗണും ഒക്കെ കഴിയുന്ന ഒരു സമയത്ത് എനിക്ക് അതിന്റെ റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ Mavic Air 2ന്റെ റിവ്യൂവായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് Mavic Air 2ന്റെ സ്പെസിഫിക്കേഷനുകളെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. Mavic മിനിയുമായിട്ട് നമുക്ക് Mavic Airനെ ഒന്ന് കമ്പയർ ചെയ്യാം. Mavic Air 2-ൽ 1/2 ഇഞ്ച് സെൻസറാണുള്ളത്. Mavic മിനി, Mavic Air 1, Mavic Pro തുടങ്ങിയ ഡ്രോണുകളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പം Mavic Air 2-ൽ സെൻസർ സൈസ് വലിയ ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ വീഡിയോ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ Mavic Air 2-ൽ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണുള്ളത്. ഇത് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. DJI Mavic സീരീസിൽ അവസാനമായി പുറത്തിറക്കിയ Mavic 2-ൽ പോലും 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണുള്ളത്. ഇനി Mavic മിനിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം 2.7Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് Mavic മിനിക്കുള്ളത്. Mavic Air 2-ന് 2.7Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡും ഫുൾ HD 240 ഫ്രെയിം പെർ സെക്കൻഡും ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ HD-യിൽ സ്ലോ മോഷൻ വീഡിയോകൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. Mavic Air 2-ൽ അടുത്തതായി എടുത്തു പറയേണ്ട ഒരു ക്യാമറ ഫീച്ചറാണ് 48 മെഗാ പിക്സൽ ഫോട്ടോ. നല്ല ക്വാളിറ്റി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. കൂടാതെ HDR വീഡിയോയും ഫോട്ടോ ഓപ്ഷനുകളും ഇതിലുണ്ട്. ഇനി നമുക്ക് Mavic Air 2ന്റെ വെയിറ്റിലേക്ക് വരാം. 570 ഗ്രാമാണ് Mavic Air 2ന്റെ വെയിറ്റ്. ഇതിനു മുമ്പുണ്ടായിരുന്ന Mavic Air 1ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 430 ഗ്രാമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ Mavic മിനിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 249 ഗ്രാമാണ്. ഇനി Mavic Air 2-ൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് 8K ഹൈപ്പർലാപ്സ്. ഹൈപ്പർലാപ്സ് എന്താണെന്ന് DJI Osmo ആക്ഷൻ ക്യാമറയുടെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഹൈപ്പർലാപ്സ് നമുക്ക് എടുക്കണമെങ്കിൽ ഒരുപാട് സമയം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹൈപ്പർലാപ്സ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ Mavic Air 2-ൽ ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കാം. Mavic Air 2-ന് കമ്പനി അവകാശപ്പെടുന്നത് 34 മിനിറ്റ് ഫ്ലൈറ്റ് ടൈമാണ്. നമ്മുടെ Mavic മിനിക്ക് 30 മിനിറ്റ് ഫ്ലൈറ്റ് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഫ്ലൈ ചെയ്യിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 24 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Mavic Air 2-ന് ഒരു 30 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി റിമോട്ട് കൺട്രോളിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബാറ്ററിയുടെ വലിപ്പം കൂടിയതായതുകൊണ്ടായിരിക്കാം ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കൺട്രോളറിന് വലിപ്പം ഫീൽ ചെയ്യുന്നത്. കൂടാതെ DJIയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ് റിമോട്ട് കൺട്രോളറിനുള്ളത്. Mavic Air 2-ൽ RC ട്രാൻസ്മിഷനായി ഉപയോഗിക്കുന്നത് OcuSync 2.0 എന്ന പുതിയ ടെക്നോളജിയാണ്. Mavic മിനിയിലും Mavic Air 1-ലും എൻഹാൻസ്ഡ് വൈഫൈ ആണ് ട്രാൻസ്മിഷനായിട്ട് ഉപയോഗിക്കുന്നത്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ OcuSync 2.0 ഒരു വലിയ ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 10 കിലോമീറ്റർ വരെ ഫുൾ HD വീഡിയോ ട്രാൻസ്മിഷനാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് FAA മോഡാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ CE മോഡിലായതുകൊണ്ട് 6 കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. ഇനി Mavic Air 2ന്റെ സെൻസറുകളെ കുറിച്ച് പറയാം. മുൻപിലും പുറകിലും അടിയിലുമാണ് സെൻസറുകൾ ഉള്ളത്. കൂടാതെ ഓട്ടോമാറ്റിക് ഒബ്സ്റ്റിക്കിൾ അവോയ്ഡൻസ് എന്ന ഒരു ഓപ്ഷൻ കൂടി ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫോക്കസ് ട്രാക്ക്, ആക്റ്റീവ് ട്രാക്ക്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ക്വിക്ക് ഷോട്ട് ഇവയ്ക്കെല്ലാം പുതിയ ടെക്നോളജികളുമായിട്ടാണ് Mavic Air 2 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് Mavic Air 2നെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ വില എത്രയെന്നാണ്. $799 സിംഗിളിന്. അതുപോലെ തന്നെ $988 കോംബോയ്ക്ക് വില വരുന്നത്. ഈ വിലയ്ക്കൊന്നും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ Mavic മിനി കോംബോ ഇതുപോലെ കമ്പനി അവകാശപ്പെട്ടത് $499 ആയിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഏകദേശം 37,000 രൂപയ്ക്ക് കിട്ടുന്ന Mavic മിനി നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്നത് ഇപ്പോൾ 55,000 മുതൽ 58,000 രൂപ വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിലയ്ക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ലോക്ക്ഡൗണും കൊറോണയും ഒക്കെ തീരുന്ന ഒരു സമയത്ത് ഈ Mavic Air 2ന്റെ റിവ്യൂ ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.